കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് പിണറായി സർക്കാർ 10ാം വർഷത്തിലേക്ക് 9 വർഷം പൂർത്തിയാക്കി 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ് പിണറായി സർക്കാർ. നമുക്കറിയാം, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 2ാം തവണയും ഒരു സർക്കാർ അധികാരത്തിൽ വരെ ഇടതുമുന്നണി. ഇപ്പോഴും വലിയ ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷം. വീണ്ടും അധികാരത്തിൽ വരാൻ തയ്യാറെടുത്ത് സംസ്ഥാനത്തുടനീളം ഭരണ നേട്ടങ്ങൾ കൊട്ടിഘോഷിച്ച് വലിയ പ്രചാരണങ്ങൾ നടത്തി വരികയാണ് ഇടതുമുന്നണി അല്ലെങ്കിൽ നിലവിലുള്ള സർക്കാർ. പ്രതിപക്ഷമാണെങ്കിൽ ഭരണം പിടിക്കാൻ പറ്റും എന്ന ആത്മവിശ്വാസത്തിൽ അവരും രംഗത്തുണ്ട്. പുതിയ പ്രസിഡന്റ് വന്നതോടുകൂടി NDA മുന്നണിയും BJPയുടെ നേതൃത്വത്തിൽ NDA മുന്നണിയും സാന്നിധ്യം ഉറപ്പിക്കാൻ വലിയ മുന്നേറ്റം നടത്താൻ രംഗത്തുണ്ട്. കേരളത്തിൽ ഒരു 3ാമതും ഇടതുമുന്നണി അധികാരത്തിൽ വരും എന്ന് പല പ്രവചനങ്ങളും നടക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ 3 മുന്നണികൾക്കും കഴിഞ്ഞ 9 വർഷത്തെ ഭരണ നേട്ടങ്ങൾ അല്ലെങ്കിൽ കോട്ടങ്ങൾ വിലയിരുത്താൻ ഒരവസരമൊരുക്കുകയാണ് നേർരേഖ. നമ്മുടെ ജില്ലയിലെ പ്രമുഖരായ 3 നേതാക്കൾ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒന്ന്, ഇടതുപക്ഷത്ത് നിന്ന് CPIയുടെ സംസ്ഥാന കൗൺസിൽ അംഗം CP ഷൈജൻ, UDFിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് KP താഹിർ, BJPയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ്, BJP ആണെങ്കിൽ കണ്ണൂർ ജില്ല തന്നെ ഉപയോഗിച്ച് കേരളത്തിലുടനീളം 2 ജില്ലകൾ എന്ന് പറഞ്ഞാൽ സൗത്തും നോർത്തും, അതിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് MP സുമേഷ്, വൈസ് പ്രസിഡന്റ് തന്നെയല്ലേ. 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. നമുക്ക് ഷൈജനിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ. ഷൈജൻ, എങ്ങനെയുണ്ട് 9 വർഷം? 9 വർഷം എന്ന് പറയുന്നത് ഒരു തുടർച്ചയാണല്ലോ 2ാം സർക്കാരും. അപ്പോൾ 9 വർഷത്തെ ഭരണ നേട്ടങ്ങൾ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ, ജനങ്ങളുടെ മുന്നിൽ പറയുമ്പോൾ ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടാണ് വീണ്ടും വരാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയാൻ പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? കേരളം രൂപീകരിച്ചതിന് ശേഷം 57 ഗവൺമെൻറ് അത് രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു വലിയ മുന്നേറ്റവും കേരള മോഡലുമുണ്ട്. ആ മോഡലിൻ്റെ സാക്ഷാത്കാരമാണ് 980 മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലൂടെ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2016 മുതൽ 26 പൂർത്തിയാകാൻ വേണ്ടി പോവുകയാണ്. 10 വർഷത്തിലേക്ക് കേരളത്തിലെ LDF സർക്കാർ, പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ മുന്നേറുമ്പോൾ തീർച്ചയായും 3.5 കോടി മനുഷ്യർക്ക് അവന് സംരക്ഷണം ഉറപ്പുവരുത്തുന്നു, അവൻ്റെ കൂടെയുണ്ട് എന്നുള്ളതാണ് ഈ ഗവൺമെൻറ് ഏറ്റവും വലിയ നേട്ടം. ജനങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട്, അതാണ് ജനത്തിൻ്റെ വിശ്വാസം ഈ ഗവൺമെൻറ്റിലുണ്ട്. തീർച്ചയായും ഞങ്ങൾ 16-ന് ശേഷം 16-ന് മുമ്പുള്ള കേരളത്തിൻ്റെ അവസ്ഥ, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ഭയങ്കര ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, ആരോഗ്യ മേഖലയിലെ തകർച്ച, വ്യാവസായിക തകർച്ച. ഇപ്പോൾ വലിയ വ്യാവസായിക മുന്നേറ്റം എന്നൊക്കെ പറഞ്ഞ് ജിമ്മ്, എമർജിങ് കേരള, ഇതെല്ലാം പദ്ധതി ഇങ്ങനെ ആവിഷ്കരിച്ച് ജനങ്ങളെ പറ്റിച്ചു എന്നല്ലാതെ ഇപ്പോൾ 2016 മുതൽ കേരളത്തിലെ LDF ഗവൺമെൻറ് നടപ്പിലാക്കിയിരിക്കുന്ന വികസന പരിപ്രേക്ഷ്യമുണ്ട്. ഇപ്പം തന്നെ 900,000 കോടിയുടെ വികസന പദ്ധതികളാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത് ഈ കഴിഞ്ഞ 9 വർഷം കൊണ്ട്. അതായത് കിഫ്ബി മുഖാന്തരം കേരളത്തിൽ 90,000 കോടിയുടെ വലിയ വികസന പദ്ധതികളാണ്. സ്കൂള്, ആശുപത്രി, റോഡ്, ഇതേപോലുള്ള കാര്യങ്ങൾ പാശ്ചാത്യ വികസന രംഗത്ത് വലിയ മാറ്റമാണ്. ഒപ്പം തന്നെ ക്ഷേമ പ്രവർത്തനത്തിൽ 65 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുകയാണ്. 600 ഉമ്മൻചാണ്ടി അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നത്. അതന്നെ 18 മാസം കുടിശ്ശിക. നമ്മളിപ്പോൾ 1 മാസമേ കുടിശ്ശികയുള്ളൂ. ഞങ്ങൾ യഥാർത്ഥത്തിൽ അന്ന് ഉമ്മൻചാണ്ടി കുടിശ്ശിക തീർത്തിരുന്നുവെങ്കിൽ ഞങ്ങൾ അഡ്വാൻസാ. 18 മാസത്തെ കുടിശ്ശിക ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ 18 അതും കൂടി കൊടുത്തിട്ടാണ് ഈ ലെവലിൽ ഞങ്ങൾ എത്തിയത്. സമസ്ത മേഖലകളിലും വലിയ മുന്നേറ്റം. വികസന രംഗത്ത് കേരളം വികസന രംഗത്ത് വലിയ മുന്നേറ്റം സൃഷ്ടിച്ചിരിക്കുകയാണ്. വികസിത രാഷ്ട്രങ്ങളോടൊപ്പം നിൽക്കുന്ന തരത്തിൽ കേരളത്തെ 2030 മാറ്റും. അതാണ് ലക്ഷ്യം. അതുകൊണ്ട് വീണ്ടും അധികാരത്തിൽ. എങ്ങനെ തോന്നുന്നു, എന്ത് തോന്നുന്നു താഹിർ? വളരെ ഈ ഷൈജൻ പറയുമ്പോൾ ഒരു ആത്മവിശ്വാസമുണ്ട്. അത് കേരളം നൽകിയ ഒരു 2ാം അവസരം. ഷൈജന് ആത്മവിശ്വാസം ഉണ്ടോ? ഷൈജനന്റെ അകത്ത് നിൽക്കുകയാണ്. പുറത്തുള്ള ആളുകൾക്കാണ് ഈ ഗവൺമെന്റ് വില. എന്താണ് പുറത്തുള്ള ആളുകൾ എങ്ങനെ വില? ജനങ്ങൾ മുഴുവൻ ഈ ഗവൺമെന്റ് എതിരാണ്. ഷൈജൻ പറഞ്ഞ വികസനം ഞാൻ ഒരു സുപ്രഭാതത്തിൽ വന്നതല്ല. 2016 ഷൈജന്റെ സംസാരം കേട്ടാൽ ഇവർക്കൂടെ കൂരിട്ടാന്നാ. കേരളത്തില് മാറി UDF LDF ഭരിച്ചിട്ടുണ്ട്. ഒരു വികസനം ഒരു ഗവൺമെന്റിന്റെ തുടർച്ചയാണ്. ഉമ്മൻചാണ്ടി വെച്ചതാണിപ്പം പദ്ധതികൾ. അതിനുശേഷം വന്ന ഗവൺമെന്റ് തുടരുന്നല്ലാതെ
തറക്കല്ലിട്ടത് പണി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യുന്നല്ലാതെ പുതിയ പദ്ധതികൾ കൊണ്ടുവന്നില്ല. ഇവരൊന്ന് സാമ്പത്തിക സ്ഥിതി എന്താ കേരളത്തിൻ്റെ? വിലക്കയറ്റം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനൊരു വിലക്കയറ്റമില്ല. ചരിത്രത്തിൽ ഇങ്ങനൊരു വില അത് പിടിച്ചു നിർത്താനും സാധാരണക്കാർക്ക് വേണ്ടത് എന്താണ്? വിലക്കയറ്റത്തിനനുസരിച്ച് സാമ്പത്തികമായ ഉന്നമന സമൂഹത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല. 600 രൂപയിൽ നിന്ന് 1600-ലേക്ക് സാധാരണക്കാരന്റെ കൂലി 1000 രൂപയിലേക്ക് ദിവസം. നമ്മുടെ സംസ്ഥാനത്തിന്റെ ധനകമ്മിയുടെ വിഷയം എന്താ? അതിരൂക്ഷമാണ്. എല്ലാ മാസവും ഇങ്ങനെ കടമെടുത്ത് നമ്മുടെ സംസ്ഥാനം, എന്നാൽ ദൂരത്തിനൊരു കുറവുമില്ല. സർക്കാരിന്റെ വാർഷികം കൊണ്ടാടുന്നത് കോടിക്കണക്കിന് ഉറുപ്പിന്റെ ദൂരത്ത് വെച്ചിട്ടാണ്. ഒരു കോടിക്കണക്കിന് 2016 തുടർന്ന വിഴിഞ്ഞം പദ്ധതി ആരാ കൊണ്ടുവന്നത്? എന്നാൽ UDF കാലത്ത് വികസനം കൊണ്ടുവരുമ്പോഴൊക്കെ സമരത്തിലാണ് LDF. എന്തെങ്കിലും സമരം ചെയ്ത് പൊതുവിൽ നശിപ്പിക്കലും ഗതാഗതം സ്തംഭിച്ച് ജനങ്ങളെ വിഷയമുണ്ടാക്കുകയാണ്. ഇപ്പം പിന്നെ വന്ന LDF ഗവൺമെൻറ്റിയുടെ വികസനം കൊണ്ടുവരുമ്പോൾ ഒരു സുഖം എന്താണെന്ന് പറഞ്ഞാൽ UDF അനാവശ്യമായ വികസനത്തിനെതിരെ സമരമില്ല. ഇപ്പം 6 ലൈൻ റോഡ് കൊണ്ടുവന്നു. നേരത്തെ 2001 പ്രിയപ്പെട്ട K മുനീർ സാഹിബ് കൊണ്ടുവന്നൊരു പദ്ധതിയായിരുന്നു ഈ റോഡ്. അന്ന് CPM-ഉം ഇന്ന് രൂക്ഷമായി എതിർക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയെയും കൂട്ടി കേരളത്തിൽ ഗ്രാമാന്തരങ്ങളിൽ ആളുകൾക്ക് നടന്നു പോകാൻ കഴിയില്ല, ആളുകൾക്ക് പോകാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് സമരം ചെയ്തു. അങ്ങനെ അന്ന് UDF ഭരിക്കുമ്പോൾ വികസനം കൊണ്ടുവരുമ്പോൾ LDF സമരം ചെയ്യും. 986 കമ്പ്യൂട്ടർ വരുമ്പോൾ ഇതിലെ കമ്പ്യൂട്ടർ എടുത്തിയായിട്ട് സമരം പൊളിച്ചവരാണിവർ. എന്നാൽ UDF ദീർഘവീക്ഷണത്തോടെ LDF കൊണ്ടുവരുന്ന വികസനത്തെ അനുകൂലിക്കുകയാണ് ചെയ്യാറ്. ഇവർ സമരം ചെയ്ത് UDF കൊണ്ടുവരുന്ന വികസനത്തെ തകർക്കുകയാണ് ചെയ്തത്. എന്നാൽ അതൊക്കെ അതിജയിച്ചുകൊണ്ട് UDF ഗവൺമെൻറ് കേരളത്തിൽ എന്ത് പറഞ്ഞാലും കേരളത്തിൽ ഇന്ന് കാണുന്ന എല്ലാ വികസനത്തിന്റെയും നിദാനം UDF-ന് തുടക്കം UDF ആണ്, പൂർത്തിയാക്കൽ LDF ആണ്. പുറത്തും ഒരു ഗവൺമെന്റ് 5 വർഷമല്ലേ കാലാവധി, 10 കൊല്ലമില്ലല്ലോ. 10 കൊല്ലം വന്നല്ലോ. രണ്ടാമതും കൊടുത്തില്ലേ കേരളം? വെറുതെ കൊടുക്കുമോ പിണറായിക്ക് ഇങ്ങനെ ഒരു ഗവൺമെന്റ് വന്നതിന്റെ പശ്ചാത്തലമൊക്കെ എല്ലാവർക്കും എന്തുകൊണ്ട്? ജനങ്ങൾ വോട്ട് ചെയ്തതല്ലേ, അല്ല വേറെ പശ്ചാത്തലം എന്താണ് അതിനകത്ത്? കോവിഡ് പശ്ചാത്തലവും അതുപോലെ തന്നെ അന്നുണ്ടായ സാഹചര്യങ്ങൾ കൊണ്ടുണ്ടായി എന്നല്ലാതെ ഇനിയൊരു തുടർഭരണം CPM-ന്റെ അണികൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അവർക്കറിയാം ഇനി തുടരപ്പെടണം എന്നാൽ ബംഗാളിൽ ദുരിതവിടെ അണികൾ പോലും പറയുന്നതാണ് പാർട്ടി ഇല്ലാതാവും. നമുക്ക് തിരിച്ചു വരാം. എങ്ങനെയാണ് സുമേഷ് എന്ത് പറയുന്നു ഈ 2 മുന്നണി? ഇപ്പം രാജീവ് ചന്ദ്രശേഖർ വന്നിരിക്കുന്നു, കേരളം പിടിക്കും എന്ന് പറയുന്നു, വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. എങ്ങനെ നടക്കുമോ എന്തെങ്കിലും? BJP-ക്ക് എന്താണ് സാധ്യത? കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു രാജവാഴ്ചയാണ്, ഏകാധിപതികളുടെ രാജവാഴ്ചയാണ് നമ്മുടെ. ഏകാധിപതികൾ കുറെ ആളുണ്ടോ? കുറെ ഹിറ്റ്ലറെ പോലുള്ള, മുസോളിനെ പോലുള്ള, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും ഇന്ത്യക്കകത്ത് ഏകാധിപതികൾ. മുസോളിനി അല്ല, നമ്മുടെ കേരളത്തിലെ ഏകാധിപതികളാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ് രാജാവിനെ പോലെ, ഏകാധിപത്യ രാജാവിനെ പോലെ ഉണ്ടായിരിക്കുന്ന രാജവാഴ്ചയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിനെതിരായി ചോദ്യം ചെയ്യപ്പെടുവാൻ വേണ്ടി പാടില്ലല്ല. CPI-ന്റെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി കുറച്ചെങ്കിലും ചോദ്യം ചെയ്യപ്പെട്ട് അദ്ദേഹത്തിന് ചോദ്യം ചെയ്തു. ഇന്നുണ്ടായിരിക്കുന്ന സെക്രട്ടറിക്ക് പോലും അല്ലെ അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയിലുണ്ടായിരിക്കുന്ന മന്ത്രിമാർക്ക് പോലും തന്നെയും ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ധൂർത്ത് ഒന്ന് നവകേരള സദസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് റുപ്പികയുടെ ബസ്സും അതുപോലെ തന്നെ പരിവാരങ്ങളും ആർഭാടങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്ത് വന്ന സമയത്ത് ആ യാത്ര ഫുൾ ഫൗളായിരുന്നു. ആ നവകേരള എന്തൊക്കെയാണ്? ആശാ വർക്കർമാർ ഇന്ന് തെരുവിലാണ്, അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റുള്ള ഈ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന കെടുകാര്യസ്ഥത, അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കുന്ന തീപിടുത്തം. അതിലുണ്ടായിരിക്കുന്ന മരണം സംഭവിച്ചിരിക്കുന്നു. മരണം തീപിടിച്ച് മരിച്ചില്ല എങ്കിൽ പോലും തന്നെയും കൃത്യമായിരിക്കുന്ന അവർക്ക് ICU-ൽ പ്രവേശിച്ചുകൊണ്ടുണ്ടായിരിക്കുന്ന അത്തരത്തിലുള്ള ചികിത്സാ നിഷേധത്തിൻ്റെ ഭാഗമായി കൊണ്ടാണ്, ഹാർട്ട് അറ്റാക്കും മറ്റുള്ള കാര്യങ്ങളും കൊണ്ടാണ് മരണപ്പെട്ടെങ്കിൽ പോലും തന്നെയും ICU-ൽ പ്രവേശിച്ചുകൊണ്ട് അവർക്ക് ചികിത്സ കിട്ടാത്തത് കൊണ്ടുണ്ടായിരിക്കുന്ന അവരെ പുറത്തു കൊണ്ടുപോയി അത്രയും സമയങ്ങളുണ്ടായിരിക്കുന്ന വേസ്റ്റ്, ആ ടൈം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ആ രോഗികൾ മരണപ്പെട്ടത് കാരണമെന്നാണ് നമുക്ക് പറയുവാനുള്ളത്. അതുപോലെ തന്നെ മറ്റ് എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസ മേഖലകളെ ഇവർ കൊട്ടിഘോഷിക്കുന്നു. നമ്മളിപ്പോൾ SSLC അല്ലെങ്കിൽ +2 നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ.
ആ SSLCയും +2 കഴിഞ്ഞു കഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ നാട്ടിൽ എത്ര കോളേജുകളാണ് സർക്കാരിന്റെ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്? തലശ്ശേരി എടുത്ത് നോക്കൂ. തലശ്ശേരി മണ്ഡലം, ഞാനിപ്പോൾ വരുന്ന തലശ്ശേരി മണ്ഡലം, ആ മണ്ഡലത്തിൽ ഏത് കോളേജാണ് ഉള്ളത്? ചൊക്ലി കോളേജ്. എത്ര വിഷയം പഠിപ്പിക്കുന്നത്? ആകെ 5 സ്വാശ്രയ കോളേജിനെതിരായിട്ട് പിന്നെ സമരം ചെയ്തിട്ട് 5ഉം 1 6 പുഷ്പനടക്കമോ അല്ല. ഞാൻ അടുത്ത വർഷം സമരം ചെയ്തിരിക്കുന്ന ആളുകൾ മാറ്റമില്ല. സ്വാശ്രയ കോളേജുകൾ സ്വകാര്യവൽക്കരണത്തിന്, സ്വകാര്യ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന വിദ്യാഭ്യാസത്തിനും വേണ്ടിയാണ് ഇന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഷൈജ പറയുന്ന സുമേഷ് ഒരു ചോദ്യം, വിദ്യാഭ്യാസ മേഖലയിലുള്ള മുന്നേറ്റങ്ങളും ഈ സർക്കാർ സ്കൂളുകൾ വലിയ മുന്നേറ്റങ്ങളുണ്ടായി, വലിയ കെട്ടിടങ്ങളുണ്ടായി, വലിയ വിദ്യാഭ്യാസ സൗകര്യം ഉണ്ടായി. ആരോഗ്യ രംഗത്ത് നമ്മളെ അമ്മയും കുഞ്ഞും ആശുപത്രി ഉൾപ്പെടെ, കൂത്തുപറമ്പിലെ വലിയ ആശുപത്രി ഉൾപ്പെടെ ഒത്തിരി ആശുപത്രികൾ വന്നു, ഗതാഗത സൗകര്യം മെച്ചപ്പെട്ടു, റോഡുകൾ നന്നായി. ഇതെല്ലാം നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? പറയാം. എല്ലാറ്റിലും തന്നെയും ഇവർ പറയുന്ന വികസന പ്രവർത്തനത്തിൽ എല്ലാറ്റിലും തന്നെയും കേന്ദ്ര സർക്കാർ 2014 അധികാരത്തിൽ വന്നിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ, ഒന്നാം സർക്കാർ, രണ്ടാം സർക്കാർ 2019, അതോടൊപ്പം തന്നെ 2024 വന്നിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ, 3 സർക്കാരിൻ്റെയും കേന്ദ്ര ഫണ്ട് കൃത്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ വികസന പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മുടെ കൃത്യമായി പറയാം. ഒന്ന്, എത്രയോ കാലങ്ങളായി 40-45 വർഷങ്ങളായി നമ്മളെ വേഴാമ്പലിനെ പോലെ കെട്ടിക്കിടന്നിരുന്ന നമ്മളെ ഹൈവേ തലശ്ശേരി മാഹിയല്ല, ഇന്ന് 6 വരി പാത ഇന്ന് പൂർത്തീകരിക്കുന്ന നിതിൻ ഗഡ്കരിനെ കുറിച്ച് പറയുന്നത് ഇന്ന് പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം അതേപോലെ വിഴിഞ്ഞം പദ്ധതി, ആ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുവാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾ കൊണ്ട് ആ വിഴിഞ്ഞം പദ്ധതി നമ്മുടെ ഈ പ്രധാനമന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്തിരിക്കുക. ഇന്ന് അദാനി ഇവർ പറഞ്ഞിരിക്കുന്നത് കോർപ്പറേറ്റ് കമ്പനികളെ ഇങ്ങോട്ട് അടുപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്തിരുന്ന ആ ഇന്ന് പാർട്ണറാണ്. പേടിയുണ്ടോ പിണറായിയെ? ഒരു ഭയമില്ല. അത് സുമേഷ് പറയുന്നത് ഒരു ഏകാധിപതിയുടെ സ്വഭാവമുള്ളതാണ് നരേന്ദ്രമോദി. പിണറായിക്കാരനല്ലേ താങ്കൾ? അതെ അതെ, എനിക്ക് പിണറായി വിജയനെ വ്യക്തിപരമായിട്ട് അറിയാം. പിണറായി വിജയനെ വ്യക്തിപരമായിട്ടാണോ? ഞങ്ങൾ അയൽവാസിയാണ്, ഞാൻ ചെറുപ്പം മുതലേ കാണുന്ന ആളാണ്. എന്ത് കാര്യവും നേരിട്ട് പോയി പറയാം. സുമേഷിനും പറയാ, താഹിറിനും പോയിട്ട് പറയാ, നവാസിനും പോയിട്ട് പറയാം. അദ്ദേഹം കേൾക്കും. അങ്ങനെ കേൾക്കാൻ അടുക്കുന്നില്ലല്ലോ. അല്ല, അത് നിങ്ങൾ തെറ്റായ ധാരണയാ. അങ്ങനെ കേൾക്കാൻ മനസ്സുള്ള ഒരു ഭരണാധികാരി കുറെ കാലമായില്ലേ അദ്ദേഹത്തെ ആക്രമിക്കുന്നത് മാധ്യമങ്ങൾ, അതേപോലെ തന്നെ ഇടതുപക്ഷ വിരുദ്ധരൊക്കെ. പക്ഷെ അദ്ദേഹം തറന്നു പോയിട്ടില്ലല്ലോ. ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് അദ്ദേഹത്തിന്. അതുകൊണ്ടാണല്ലോ രണ്ടാമത് അദ്ദേഹം കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇവിടെ താഹിർ സാഹിബും അതേപോലെ തന്നെ സുമേഷും കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ നിങ്ങൾ എന്ത് സംഭാവനയാണ് UDF നടത്തിയിട്ടുള്ളത്? നിങ്ങളുടെ കാലത്താണ് 65 മീറ്റർ റോഡ് ദേശീയപാത വലിയ തർക്കം നടന്നു. പ്രതിപക്ഷം പറഞ്ഞു ഇതും കൊണ്ടുപോയാൽ എത്തൂല, 45 മീറ്റർ ആക്കണം. നിങ്ങൾ പറഞ്ഞു, ഉമ്മൻചാണ്ടിയും UDFും പൊതുമരാമത്ത് മന്ത്രി ലീഗ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു 45 പറ്റൂല, 35 പറ്റൂ. ഞങ്ങൾ അന്ന് പ്രതിപക്ഷം സർവകക്ഷി യോഗത്ത് പറഞ്ഞത് എന്താ? 45 മീറ്റർ റോഡ് ദേശീയപാത വികസനം യാഥാർത്ഥ്യമാവും. ഞങ്ങൾ വന്നപ്പോഴല്ലേ 45 മീറ്റർ റോഡ് അത് വികസനം യാഥാർത്ഥ്യമാക്കി. ഈ ഭൂമി ഏറ്റെടുത്ത ആരാ? സുമേഷിന്റെ പണം കൊണ്ട് മാത്രം റോഡ് ഉണ്ടാവില്ലല്ലോ. ഈ കേരളത്തിലെ ഭൂമി ഏറ്റെടുത്ത് കൊടുത്ത പണം ആരുടെ പണ? കേരളത്തിലെ ഉദ്ദേശിച്ചത് കേന്ദ്ര ഫണ്ട്, കേന്ദ്രം അധികാരത്തിലിരിക്കുകയാണല്ലോ. അല്ലല്ല, ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. വിഴിഞ്ഞം തുറമുഖം തുടങ്ങിയതപ്പാ ആരതിന്റെ ആള്? 1957 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, അന്നത്തെ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലാണ് തുറമുഖം. അന്നത്തെ പൊതുമരാമത്ത് മന്ത്രി ആരാ? മജീദാണ്. മജീദ് സാഹിബ് ആ വിഴിഞ്ഞം തുറമുഖം, അന്ന് വർക്കല അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് ജയിച്ച MLA മജീദ്, ആ മജീദ് സാഹിബ് CPIയുടെ സ്ഥാനാർത്ഥിയാണ്. അന്നത്തെ ഒറ്റ പാർട്ടി അരിവാൾ കതിരിൽ മത്സരിച്ച് വർക്കല നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു. വർക്കല നിയമസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നു ഈ വിഴിഞ്ഞം, ഇന്ന് ആധുനിക തുറമുഖം ഉൾപ്പെടെയുള്ള വിഴിഞ്ഞം പ്രദേശം. അദ്ദേഹം നിയമസഭയിൽ ഒരു സാധനം അവതരിപ്പിച്ചു. വിഴിഞ്ഞം അതിൻ്റെ പ്രകൃതി സമ്പത്ത് വലിയ തോതിൽ ഉപയോഗിക്കാൻ കഴിയും. ഇത് ആധുനിക കേരളത്തിൻ്റെ വലിയ മാറ്റത്തിന് തുടക്കം കൂടി. ഇതൊരു പഠനം നടത്താൻ തീരുമാനിച്ചു. അന്ന് തുടങ്ങിയതാ. പിന്നീട് LDF ഗവൺമെന്റ് വന്നു. LDF ഗവൺമെന്റ് വന്നപ്പോഴാണ് ഉമ്മൻചാണ്ടിക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ? അല്ല, അവർ സ്വാഭാവികമാണല്ലോ. ഉമ്മൻചാണ്ടിക്ക് റോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ
സ്വാഭാവികമാണ് ഭരണമാറ്റം അങ്ങോട്ട് ഒരു തുടർ പ്രക്രിയ എന്നുള്ള നിലയിൽ ഓരോ ഗവൺമെന്റിൻ്റെതായ സംഭാവനയുണ്ട്. ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനങ്ങളെയൊന്നും ഞങ്ങൾ തിരസ്കരിച്ച് വർത്തമാനം പറയുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ സർക്കാർ എന്തെങ്കിലും സംഭാവന നൽകിയിട്ടുണ്ടോ? ഉമ്മൻചാണ്ടി സർക്കാർ സംഭാവന നൽകിയെന്ന് പറയുമ്പോൾ ഈ വിഴിഞ്ഞം കേസിനകത്ത് നമുക്ക് ഇത്രയധികം 8,000 കോടി ഉറുപ്പിക നമ്മൾ ചെലവഴിക്കും. സർക്കാരിന് ഒരു തിരിച്ചുവരവില്ല. 2,000 കോടി ചെലവാക്കിയവനാണ് അതിന്റെ ആ എഗ്രിമെന്റിന്റെ പ്രശ്നമാണ്. അത് ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ എഗ്രിമെന്റാ. ആ എഗ്രിമെന്റ് തന്നെയല്ലേ ഇപ്പോഴും യാഥാർത്ഥ്യമായിട്ടുള്ളത്. യാഥാർത്ഥ്യമാക്കണല്ലോ. സ്വാഭാവികമായും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇത് യാഥാർത്ഥ്യമാക്കുന്നതിന് നിങ്ങൾ ഉണ്ടാക്കിയ കരാറാ. ഒരു ചോദ്യം, നമുക്ക് കോടികൾ അദാനി കൊള്ളയടിക്കുന്നു എന്ന് പറഞ്ഞ് ഇടതുപക്ഷം എതിർത്ത പദ്ധതിയാണിത്. കടൽക്കൊള്ള എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു നിലപാടൊന്നും LDF സ്വീകരിച്ചിട്ടില്ല. തീർച്ചയായും വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നത് LDF വന്നതുകൊണ്ട് മാത്രമാണ് യാഥാർത്ഥ്യമായത്. അത് കൊള്ളയടിച്ചാലും യാഥാർത്ഥ്യമാകില്ല. കൊള്ളയടിച്ച് ജനങ്ങൾക്ക് ഈ തുറമുഖം ആവശ്യം. UDF വികസനം കൊണ്ടുവരുമ്പോഴൊക്കെ അതിന്റെ നാന്ദി കുറിക്കുമ്പോഴൊക്കെ LDF പക്ഷേ അനാവശ്യമായ സമരങ്ങൾ ആദ്യം പറഞ്ഞ കാര്യമാണ്. അതെന്നെ റിപ്പീറ്റ് ചെയ്യില്ല. അടുത്ത കഥയിലേക്ക് വരും. കടൽക്കൊള്ള കോടിക്കണക്കിന് രൂപ കൊള്ളയടിക്കും. വ്യാപകമായ സമരങ്ങൾ നടത്തി ഒരു പദ്ധതി തുടങ്ങുമ്പോൾ സമരത്തിലിറങ്ങിയാൽ ആ പദ്ധതി തുടങ്ങാൻ കഴിയുമോ? ഏത് പദ്ധതിയായാലും ഇദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിനെ ഭയങ്കരമായി ആക്രമിച്ചു. കേരള ചരിത്രത്തിൽ മഹാനായ ഉമ്മൻചാണ്ടിയെ ആക്രമിച്ചതുപോലെ LDF കേരള ചരിത്രം, നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി ആക്രമിച്ചിട്ടുണ്ടോ? അയാളെ നെറ്റിക്ക് കല്ലെറിഞ്ഞ് ചോര പൊട്ടി ഇറങ്ങിയ ഒരു മുഖ്യമന്ത്രി. അതെ, ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ പറയുന്നത് ഏറ്റവും നല്ല ഭരണാധികാരി പിണറായിയാണ്. എന്തെല്ലാം അക്രമങ്ങൾ, അയാളെ എന്തെല്ലാം അക്രമങ്ങൾ, അതൊക്കെ അയാൾ അതൊന്നും അല്ല, കേരളത്തിന്റെ ധീരപുരുഷനാണ് എന്ന് അദ്ദേഹത്തിന്റെ മരണാനന്തരമെങ്കിലും LDFന് പറയേണ്ടി വന്നു. ആ അക്രമത്തിന്റെ 100 അംശം ഇപ്പൊ പിണറായിനെ ആക്രമിക്കുന്നുണ്ടോ? UDF അല്ലെങ്കിൽ മറ്റ് ജനങ്ങൾ? അക്രമത്തിന്റെ ഭാഷ ഒന്നും പറയണ്ട. പ്രതിപക്ഷ എന്താ ചെയ്യുന്നത്? പ്രതിപക്ഷ നേതാവ് മജീദാണ് ആശയം കൊണ്ടുവന്നത്. മജീദാണെന്നാണ് പറഞ്ഞത്. അതിനുശേഷം പിന്നെ നായനാർ 7 പതിറ്റാണ്ട് പിന്നിട്ടു. ഇവരെ 70 വർഷം ഒരുപാട് ആശയം കൊണ്ടുവന്നെങ്കിലും ആ വിഴിഞ്ഞം പദ്ധതി വന്നത് 1940 തന്നെ തിരുവിതാംകൂർ രാജ്യ ഭരണാധികാരിമാർ ഇതിനെക്കുറിച്ച് ആരംഭം കുറിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം കേരളം ഉണ്ടാകുന്നതിന് മുമ്പേ വിഴിഞ്ഞം പദ്ധതിയെ കുറിച്ച് ആലോചന നടത്തുന്നുണ്ട്. അതിനൊക്കെ നാന്ദി കുറിച്ച് അതിന്റെ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഉമ്മൻചാണ്ടിയാ. അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാപകമായി സമരം ചെയ്ത് വിഴിഞ്ഞം പദ്ധതി ഇനിയും കുറച്ചുകൂടി വികസിക്കാനുണ്ട്. റെയിലുകൾ വരാനുണ്ട്, അതുപോലെ റോഡുകൾ വരാനുണ്ട്, കണ്ടെയ്നറുകൾ കൊണ്ടുപോകാനുള്ള കാരണം. കേരളം രൂപീകൃതമാകുന്നതിന് മുമ്പുള്ള ഒരു ആശയമായിരുന്നു ഇത്. പക്ഷെ യാഥാർത്ഥ്യമായത് പിണറായി വന്നപ്പോഴല്ലേ. അങ്ങനെ പറയുമ്പോൾ അതിനൊരു ഇച്ഛാശക്തി ഇല്ലേ? വിജയൻ മാത്രം നടപ്പിലാക്കിയത് ആര്? നടപ്പിലാക്കിയത് പിണറായി വിജയൻ മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു തുറമുഖം. അദാനി ഗ്രൂപ്പ് ഇടതുപക്ഷം അല്ലായിരുന്നുവെങ്കിൽ അദാനി ഗ്രൂപ്പിനെ ഇവിടെ കേരളത്തിൽ തൊടുവിക്കുമായിരുന്നില്ല പിണറായി വിജയനും സംഘവും. പക്ഷേങ്കിൽ പിണറായി വിജയന് എന്തുകൊണ്ട് സംഭവിച്ചാൽ പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ, നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇത് യാഥാർത്ഥ്യമാകുമെന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ വിഴിഞ്ഞം പദ്ധതിയുമായി മുന്നോട്ട് പോയി കേന്ദ്ര സർക്കാർ മുഴുവൻ കേരളത്തിലെ പ്രതിപക്ഷവും BJP ചെയ്യുന്നത് കേരളത്തിൽ വികസനം വേണ്ടെന്നല്ലേ?
പദ്ധതിയിൽ മാത്രം നമ്മൾ ഉറവല്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിരിക്കുന്ന റെയിൽവേ സ്റ്റേഷനുകൾ എല്ലാം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ടിന്റെ അതേ രൂപത്തിൽ മാറിയിരിക്കുകയാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി നമ്മൾ കണ്ടതല്ലേ, ഒരു കാലത്ത് ഗുഡ്സ് മാത്രം വന്നു നിന്ന് തുച്ഛമായിരിക്കുന്ന ട്രെയിനുകൾ വന്നിരിക്കുന്നത്. വർഷങ്ങളായി തലശ്ശേരി ഒന്നാം നമ്പർ സ്റ്റേഷനാണ്. ബ്രിട്ടീഷുകാരെ അങ്ങനെ ഗവൺമെന്റ് വന്നപ്പോ വല്ലാത്തൊരു മാറ്റം രാജ്യത്തുണ്ടായിരുന്നു പറഞ്ഞു. രാജ്യത്തിന്റെ ശില്പിയാരാ ഭരിക്കുന്ന സംസ്ഥാനം പരിശോധിക്കണം. ബിജെപി ഭരിക്കുന്ന യുപിയിലെ ആശുപത്രികൾ കുട്ടികൾ മരിക്കുക, ഓക്സിജൻ കിട്ടുന്നില്ല. ഇതെല്ലാം അല്ല അതല്ല വാർത്ത പത്രങ്ങളിൽ വന്ന വാർത്തയാണ്. ഇതൊന്നും കേരളത്തിലില്ല, ഇതൊന്നും കേരളത്തിൽ കാണാനില്ല. ലോകത്തിൽ മാതൃകയാക്കത്തക്ക രീതിയിലുണ്ടായിരിക്കുന്ന പ്രധാനമന്ത്രി നമുക്ക് എന്തെങ്കിലും നേരിടരുത്. രണ്ട് വാക്സിൻ ലോകത്തിന് കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടത് യുപിയിലാണ്. ഓക്സിജൻ കിട്ടാതെ യുപിയിലാണ് മരണപ്പെട്ടത്. അമേരിക്കയും റഷ്യയും ഒക്കെ തന്നെയും വലിയ വില കൂടി വാക്സിൻ സപ്ലൈ സമയത്ത് ഇന്ത്യ ഫ്രീ ആയി നൽകുന്നു. അതുപോലെ തന്നെ കേരളത്തിലാണ് ഇന്ന് ഏറ്റവും വലിയ ദുരവസ്ഥ എന്ന് പറയുമോ, വേപ്പട്ടി വിഷവാദി ഏറ്റുകൊണ്ട് കുട്ടികൾ മരിക്കുന്നത്. 15 കുട്ടികൾ മരണപ്പെട്ടു കേരളത്തിൽ. എന്തുകൊണ്ടാണ് കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞത്? ആ വാക്സിൻ നൽകുന്ന സമയത്ത് ആ വാക്സിൻ ആക്ഷൻ ഇല്ല. ആ വാക്സിൻ എന്തുകൊണ്ടാണ്? മറ്റ് സംസ്ഥാനങ്ങളൊക്കെ തന്നെയും ആ വാക്സിൻ എടുക്കുന്ന സമയത്ത് പട്ടി കടിച്ചു കഴിഞ്ഞാൽ അല്ലെ നായ കടിച്ചു കഴിഞ്ഞാൽ ആ പരിക്ക് വെച്ചിരിക്കുന്ന സ്ഥലത്തും അതുപോലെ തന്നെ പ്രതിരോധ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് ആശ്വാസത്തോടു കൂടി ഇരിക്കാം. സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര എന്തുകൊണ്ടാണ്? കാരണം ഇന്നലെ അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ടെന്ന് പറയാം. മറ്റുള്ള സംസ്ഥാനങ്ങൾ ഇത് വാക്സിൻ നൽകുന്ന സമയത്ത് ഇത്തരത്തിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ കേരളത്തിനെ പോലെ ഇല്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ വാക്സിൻ നൽകുന്ന സമയത്ത് കേരളത്തിലുണ്ടായിരിക്കുന്ന സർക്കാർ അല്ലെങ്കിൽ ആശുപത്രി വ്യവസ്ഥിതി അത് കൃത്യമായിട്ട് അത് സൂക്ഷിക്കുവാനുള്ള സംവിധാനം ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനുണ്ടായിരിക്കുന്ന വാക്സിൻ ഉണ്ടായിരിക്കുന്ന പ്രതിരോധ ശേഷി അത് നഷ്ടപ്പെട്ടു പോകുന്നത് മരുന്ന് സൂക്ഷിക്കാനുള്ള സംവിധാനം കേരളത്തിലില്ല. എന്തെന്നാ ചികിത്സയുള്ളത്? ഒരു സർജറി, അതൊക്കെ മേജർ ഓപ്പറേഷൻ ഉണ്ടോ, അത് അടിയന്തര ശസ്ത്രക്രിയയാണ്. അത് നേരെ അടുത്തേക്ക് പോകുന്നു, കോപ്പറേറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു, നേരെ പോകുന്നു ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. എന്ത് ചെയ്യുന്നത്? ഈ രണ്ട് കൂട്ടരും തന്നെയും ഈ നമ്മുടെ സർക്കാർ ആശുപത്രി തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരില്ല അവിടെ. ആർട്ട് സംബന്ധമായിട്ടുള്ള സർജറിയില്ല, എല്ലാം നേരെ അങ്ങോട്ടേക്ക് തട്ടും പരിഹാരത്തേക്ക്. കണ്ണൂർ ജില്ലയില് ജില്ലാ ആശുപത്രി ആധുനിക കാത്ത് ലാബ് ആരംഭിച്ചതാരാ? കാത്ത് ലാബ് പോരാലോ? കാത്ത് ലാബ് അത്ര ഓപ്പറേഷനാണ് നടക്കുന്നത്. ഓപ്പൺ സർജറി വേണമെങ്കിലല്ലേ ഒരു സർക്കാർ ആശുപത്രി മറ്റു മെഡിക്കൽ കോളേജുകളൊക്കെ പ്രൈവറ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പോകാൻ കാരണം കണ്ണൂർ ജില്ലയിലെ ആശുപത്രി മിംസിൽ ജനങ്ങൾ ക്യൂ ആണ്, അവിടെ ബേബിയിൽ ക്യൂ ആണ്. എന്താ കാരണം? ഇവർ ഈ പരിഹാരത്ത് പറഞ്ഞില്ല. എന്താ പരിഹാരത്തെ സ്ഥിതി? അവിടെ ഒരുത്തൻ പോയ ഒരു പേഷ്യന്റിനെ കാണാൻ പോയാൽ പിന്നെ പോവില്ല. കേരളത്തിലെ മെഡിക്കൽ കോളേജും കേരളത്തിലെ സർക്കാർ ആശുപത്രി സംവിധാനവും ഒക്കെ വളരെ ഫലപ്രദമായി കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് നയിക്കുന്നുണ്ട്. അതിനൊന്നും ഒരു കുറവുമില്ല. അല്ല, കേരളത്തിൽ വീണ്ടും ഇടതുമുന്നണി അധികാരത്തിൽ പിണറായി തന്നെ നേതൃത്വം കൊടുക്കും. അല്ല, അതൊക്കെ ആ സമയത്ത് ഭൂരിപക്ഷം കിട്ടി. CPI ഇടതുമുന്നണി തന്നെ ഉറച്ചു നിൽക്കും. അതിലൊരു സംശയം, ചെറിയ അസ്വസ്ഥതകൾ, ഒരു അസ്വസ്ഥതയില്ല. ഞങ്ങൾ റവന്യൂ മന്ത്രി കെ രാജൻ പറയുന്നു, ഞാൻ വിളിച്ചാൽ ഫോട്ടോ, ഒരു മന്ത്രി വിളിച്ചാൽ ഫോൺ എടുക്കാത്ത IPS കാരനുള്ള സംസ്ഥാന കേരളം. അജിത് കുമാർ ഞാൻ പലതവണ വിളിച്ചു. ഒരു മന്ത്രിയാണ്, അതും റവന്യൂ മന്ത്രി, മിനിസ്ട്രിയിൽ 2ാം സ്ഥാനക്കാരനാണ്. അദ്ദേഹം പറയാണ് ഒരു കേരളത്തിന്റെ ഒരു മന്ത്രി, ക്യാബിനറ്റ് റാങ്കുള്ള ഒരാൾ പറയാണ്, അതും സംസ്ഥാനത്ത് റവന്യൂ മന്ത്രി 2ാം സ്ഥാനക്കാരനാണ്, ജില്ലാ കളക്ടർമാരെല്ലാം ഭരിക്കുന്ന ആളാണ്. അയാൾ പറയാണ് IPS കാരൻ ഫോൺ എടുക്കുന്നില്ല, അജിത്ത് പലതവണ വിളിച്ചു. ഒരു മന്ത്രിക്ക് പറയേണ്ടി വരുന്ന ഗതിയല്ല. അത് ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പരിശോധിക്കപ്പെടേണ്ട. എന്തായാലും കേരളത്തിലെ LDF ഗവൺമെന്റിൽ കേരളത്തിലെ റവന്യൂ മന്ത്രി, കേരളത്തിലെ കേരളത്തിലെ ക്യാബിനറ്റിലുള്ള എല്ലാ മന്ത്രിമാരും പരസ്പരം മുഖ്യമന്ത്രി, അതേപോലെ തന്നെ മന്ത്രിമാർ,
പരസ്പരം വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ മുന്നണിയും വിശ്വാസത്തിന്റെ എന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ടില്ല. വിശ്വാസത്തിന് ആണ് മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ ഒരു IPS ഒരു മന്ത്രി വിളിച്ചിട്ട് IPS ഫോൺ എടുക്കുന്നില്ല, പിന്നെ ആ മന്ത്രിക്ക് എന്ത് വില? അല്ല, അങ്ങനെയൊന്നും പറയാം. ഉദ്യോഗസ്ഥന് ഇപ്പോഴും പറഞ്ഞില്ലേ, രാജൻ പറഞ്ഞില്ലേ, നിങ്ങൾ കേട്ടല്ലോ. രാജൻ നിങ്ങൾക്ക് വ്യക്തിപര മന്ത്രി രാജൻ നിങ്ങളുടെ പറ്റിട്ടില്ലേ? പത്രമൊക്കെ വായിക്കാറുണ്ട്. അതേത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത് എന്ന് സംബന്ധിച്ച് അദ്ദേഹത്തുമായി സംസാരിച്ചതിന് ശേഷം എനിക്ക് മറുപടി കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും എല്ലാ ചാനലുകളിലും ഇതാണ് പ്രശ്നം. ഇത് കേൾക്കുന്ന പ്രേക്ഷകർ പറയും, ഷൈജ അത് വേണ്ട, ഞങ്ങളെല്ലാം ഇത് വായിച്ചതാണ്. ഷൈജ പത്രം വായിക്കും, ആ വാർത്ത മാത്രം കണ്ടില്ല, ആ വാർത്ത മാത്രം കണ്ടില്ല. പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് CPI-ക്കാരുടെ പ്രത്യേകത. എന്തെങ്കിലും അങ്ങനെയല്ല. അല്ല, ഇടതുപക്ഷത്തിന്റെ പ്രത്യേകത ഞാനിപ്പോ ഇടതുപക്ഷത്തിന്റെയും CPI-യുടെയും വക്താവായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ എന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ CPI-ന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന പൊതുപ്രവർത്തകരുടെ ഒരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ഇത് കേരളം ചർച്ച ചെയ്യുന്ന ഒരു IPS-കാരൻ അജിത് കുമാറിനെ പോലുള്ള ഒരാളെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് പിന്നിൽ CPI മന്ത്രിയെ പലതവണ പ്രതിഷേധം അറിയിച്ചു. അല്ല, അജിത് കുമാറിന്റെ വിഷയത്തിനകത്ത് CPI-ക്ക് വ്യത്യസ്ത നിലപാടുണ്ട്. ആ നിലപാട് ഭിന്നതയുണ്ട്. മുന്നണി ഭിന്നതയല്ല. ഒരു മുന്നണിയാകുമ്പോൾ ഒരു നയത്തിന്റെ പേരിലാണ് മുന്നണി. അതിനകത്ത് ചിലപ്പോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അത് പറഞ്ഞു തീർക്കും. പറഞ്ഞു തീർക്കാൻ കഴിവുള്ളതാണ് ഈ രാഷ്ട്രീയ പാർട്ടികളും ഈ മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം. CPI ഇതിനേക്കാൾ രൂക്ഷമായി ചില വിഷയങ്ങളിൽ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. ആനന്ദാന്ദ്രനും വലിയ ഭാർഗവനും ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ മുന്നണിയെ മുന്നോട്ട് നയിക്കാൻ ജനങ്ങളുടെ വിശ്വാസം ഏറ്റെടുത്ത് തിരുത്തേണ്ട സന്ദർഭത്തിൽ തിരുത്താനുള്ള ഒരു ഇടപെടൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയിട്ട് നാളെ നടത്തും. താങ്കൾ ഒരു കാര്യം, നിങ്ങൾ UDF-ന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കേരളം ചർച്ച ചെയ്യുന്നത് ഒരു KPCC പ്രസിഡന്റിനെ പോലും തീരുമാനിക്കാൻ പറ്റാത്ത കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF എത്രമാത്രം ശക്തി വരുന്നവരെല്ലാം മുഖ്യമന്ത്രിയാണെന്ന് അതിനകത്ത് പറയുന്നത്. 4 മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ഉണ്ടെന്നാണ്. കോൺഗ്രസ് ഒരു വലിയ ജനാധിപത്യ പാർട്ടിയാണ്. ഇവരെ ഇടതുപക്ഷം പോലെ ഒരാൾ പറയുന്നത് കേട്ടിരിക്കുന്ന ഒരു പാർട്ടിയല്ല, വലിയ ജനാധിപത്യ പാർട്ടിയാണ്. ലീഗും വലിയ ജനാധിപത്യ പാർട്ടിയാണ്. പക്ഷെ ലീഗ് പിന്നെ അതിൻ്റെ ഒരു ജനാധിപത്യത്തിൻ്റെ സംവിധാനത്തിൻ്റെ അകത്തൊരു സംവിധാനമുണ്ട്. അപ്പോൾ അവരെ KPCC പ്രസിഡന്റൊക്കെ ആളുകളോടൊക്കെ പരസ്പരം ചോദിച്ചിട്ടാണ് പ്രഖ്യാപിക്കുക, യാതൊരു സംശയമില്ല. അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് പിന്നെ പത്രങ്ങൾ ലീഗ് ഇടയ്ക്ക് ഈ ഇടതുപക്ഷത്തേക്ക് പോകാനുള്ള ഒരു ചാഞ്ചാട്ടം ഉണ്ട്. അതിന് ഗതിയില്ല. കാരണം 2 തവണയും പ്രതിപക്ഷത്തിരുന്നു, ഒരു തവണ കൂടി പ്രതിപക്ഷത്തിരുന്നാൽ ലീഗ് തന്നെ ഇല്ലാതായി പോകും. ഭരണമില്ലെങ്കിൽ ലീഗ് ഇല്ല എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. ഭരണം കണ്ടിട്ട് ഉണ്ടാക്കിയ ഒരു പാർട്ടിയൊന്നല്ല. മുസ്ലിം ലീഗ് ജനഹൃദയത്തിലുള്ള ഒരു പാർട്ടിയാണ്. കേരളത്തിൽ അങ്ങനെ ലീഗിന്റെ ഭരണം ഒരു വിഷയമൊന്നല്ല. ഭരണം ഉണ്ടെങ്കിൽ ഈ സംഘടന കൊണ്ടുപോകുന്ന സംവിധാനം കൊണ്ടുപോകുന്ന ഒരു വിഷയമല്ല. ഭരണം ലീഗിന്റെ ലക്ഷ്യമല്ല, ലക്ഷ്യത്തിലേക്കുള്ള മാർഗം മാത്രമാണ് ഭരണം. കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു ആഗ്രഹം ഇടതുപക്ഷത്തേക്ക് ഭരണം വേണം എന്നെല്ലാ നേതാക്കന്മാർക്കും പ്രവർത്തകർക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ലീഗിന്റെ ലക്ഷ്യം ഭരണമല്ല, ലീഗിന്റെ മാർഗമാണ് ഭരണം. ലക്ഷ്യം ലീഗിന്റെ ഭരണമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണത്. പിന്നെ ഇടതുപക്ഷത്ത് പോയി ഒരു മുന്നണിയിൽ നിന്നിട്ട് ഇടതുപക്ഷത്ത് പോകണം എന്ന് ആഗ്രഹിക്കാൻ പറയാം, അസംബന്ധാണത്. അങ്ങനത്തെ ഒരു ചർച്ച ഇതുവരെ പാർട്ടിക്കകത്ത് പിന്നെ ഉണ്ടായിട്ടില്ല. ഞാൻ ജില്ലാ ലീഗിന്റെ വൈസ് പ്രസിഡന്റ് ഉത്തരവാദപ്പെട്ട ഒരു പ്രവർത്തനം നൽകി അങ്ങനത്തെ ഒരു ചർച്ച നമ്മുടെ പാർട്ടിന്റെ അകത്ത് വന്നിട്ടില്ല. അത് അസംബന്ധമാണ്, അത് നടക്കാത്തതാണ്. പിന്നെ ശൈത്യം പറഞ്ഞ വിഷയോ ഇവിടെ CPI കുറെ നിലപാടുണ്ട് എന്ന് പറഞ്ഞു. അത് മനസ്സിൽ വെക്കാനുണ്ട്, പുറത്തു പറയാൻ കഴിയില്ല. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി കാര്യം പറഞ്ഞു, നമുക്ക് ഇതിന് നിലപാടുണ്ട്. ഇവിടെ സ്വകാര്യ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി കൊണ്ടുവരാൻ തീരുമാനിച്ചു. അതുപോലെ തന്നെ ഇപ്പം മന്ത്രി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ ഷൈജൻ, CPM-ന്റെ ഒരു ഏരിയ സെക്രട്ടറി വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെങ്കിൽ IS-കാരുടെ IPS-കാരുടെ അവസ്ഥ അത് ലീഗ് ഭരിക്കുമ്പോ കോൺഗ്രസ് ഭരിക്കുമ്പോ അതായത് ഉദ്യോഗസ്ഥന്മാരുടെ ഗതികേട് ഈ ഭരിക്കുന്ന നമ്മളെ രാജാവിന്റെ കീഴിലുണ്ടായിരിക്കുന്ന അണികള് അല്ല അവരുടെ പടയാളികൾ പറയുന്നതിനനുസരിച്ച് നീങ്ങിയില്ലെങ്കിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് നവീൻ ബാബുവിന്റെ മരണം, ADM-ന്റെ മരണം. അത് നമ്മളെ PP ദിവ്യ
നമ്മളെ മാധ്യമങ്ങളും ജനങ്ങളും ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പി ദിവ്യയുടെ ഈ ധാർഷ്ട്യത്തിനെതിരായി പിണറായി വിജയന്റെ പെറ്റാണ് ഈ പി ദിവ്യ എന്ന് പറയുന്നത്. അവർക്കെതിരായി ശക്തമായ രീതിയിലുണ്ടായിരിക്കുന്ന ജനരോഷം ഇളകിയത് കൊണ്ട് മാത്രമാണ് പി ദിവ്യ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. പി ദിവ്യയുടെ അദ്ദേഹത്തിന് ജനങ്ങളുടെ മുന്നിലിട്ട് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ മറ്റുള്ള സഹപ്രവർത്തകന്മാരുടെ മുന്നിലിട്ട് അത്രയും നല്ല സത്യസന്ധനായിരിക്കുന്ന ഉദ്യോഗസ്ഥനെ അവഹേളിച്ചതിന് ഭാഗമായിക്കൊണ്ട് കൊലക്ക് കൊടുത്തു തന്നെയാണ് പി ദിവ്യ ഈ നവീൻ ബാബുവിന് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ നാട്ടിൽ വന്നിരിക്കുന്ന ഇവരെ പ്രതീക്ഷിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഈ നമ്മളെ വ്യവസായികളുടെ അവസ്ഥ എന്താണ്? ഈ സാജൻ എന്ന് പറയുന്ന വ്യവസായിയുടെ അവസ്ഥ എന്തായിരുന്നു? അദ്ദേഹം ആത്മഹത്യ പക്ഷെ അതിനുശേഷം ഇടതുമുന്നണി അധികാരത്തിൽ വന്നു. സാജന്റെ മരണശേഷം പറയുമ്പോഴും പ്രയാസത്തിൽ നിൽക്കുന്ന കിറ്റ് കൊടുത്ത വീഴുന്നവരോട് മലയാളികൾ അല്ല സുമേഷ് കിറ്റ് കൊടുത്ത വീഴുന്നവരോട് മലയാളികൾ കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്ന റേഷൻ സംവിധാനത്തിലേക്ക് സംബന്ധിച്ചിടത്തോളം ഇവർ പറഞ്ഞത് എല്ലാം കേരളം കൊടുക്കുന്നതാന്ന് പറഞ്ഞത്. പക്ഷേങ്കിൽ അതിനുശേഷം നരേന്ദ്രമോദി സർക്കാർ രണ്ടാമത് അധികാരത്തിൽ വന്ന ശേഷം കൃത്യമായി നരേന്ദ്രമോദി സർക്കാർ കൊടുത്തല്ലോ റേഷൻ ഷോപ്പിൽ ബില്ലടിച്ച കൃത്യമായിട്ട് ഇപ്പം വരുന്ന ബില്ലുകള് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന ബില്ല് ഏതാണ്, സാധനങ്ങൾ ഏതാണ്, കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ബില്ല് ഏതാണ്, രണ്ട് സെപ്പറേറ്റ് ആണ് ബില്ല് വന്നത്. സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന ബില്ല് ശൂന്യതയാണ്, കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതിന് മാത്രമേ ഉള്ളൂ. ഇവർ കൊറോണ കാലഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് പിണറായി സർക്കാരിന്റെ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പറഞ്ഞത് റേഷൻ മുഖാന്തരം കൊടുത്തിരിക്കുന്ന മുഴുവൻ സാധനങ്ങൾ തന്നെയും നമ്മുടെ ഇടതുപക്ഷ സർക്കാർ കൊടുത്തു വന്നിരിക്കുന്നത്. ഇപ്പൊ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ സംബോധനമാണ് PM ശ്രീ പദ്ധതി. പ്രധാനമന്ത്രിയുടെ നമ്മുടെ സ്കൂൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ മുഴുവൻ സംസ്ഥാനങ്ങളും അംഗീകരിച്ചു, ഒപ്പുവെച്ചു. പക്ഷേ സംസ്ഥാന സർക്കാർ, കേരള സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചില്ല. അതിന്റെ ഭാഗമായിക്കൊണ്ട് ഓരോ സർക്കാർ സ്കൂളുകളിലേക്കും തന്നെ കോടിക്കണക്കിന് റുപ്യയുടെ ഫണ്ട് ലഭിക്കേണ്ടതാണ്. ആ ലഭിക്കാതെ കെട്ടിക്കിടക്കുന്ന ഒരു ഏറ്റവും കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും ക്രൂരതയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? പ്രധാനമന്ത്രിയുടെ ചിത്രം അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ പേര് വെക്കാൻ വേണ്ടി പാടില്ല. കഴിഞ്ഞ ദിവസം നമ്മളെ മേയർ ആര്യ രാജേന്ദ്രൻ വിഴിഞ്ഞം പദ്ധതി വരുന്ന സമയത്ത് ഓട്ടോറിക്ഷയുടെ മുകളിൽ നമ്മുടെ നരേന്ദ്രമോദിയുടെ സ്റ്റിക്കർ ഒട്ടിക്കുന്നത് നമ്മളെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. സതീശന്റെ വർത്തമാനം തന്നെയാണ് BJP പക്ഷപാതമില്ല. സതീശൻ പറയുന്ന ഒരു തെറ്റ് BJP പറഞ്ഞതുകൊണ്ടെങ്കിൽ രണ്ടും സതീശൻ പിണറായിക്കെതിരെ പറയുന്ന ഒരു കുറ്റം അത് BJP-ക്കാരന്മാർ ഇത് BJP-യും CPM ഒന്നിച്ചാണ്. കേന്ദ്ര ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ? ഒരു പാക്കേജ് ഉണ്ടാക്കി ജനങ്ങൾ വിശ്വാസത്തിലെടുത്ത് അവിടുത്തെ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീടെടുത്തുകൊണ്ടിരിക്കുന്ന പദ്ധതി അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു 6 മാസം കൊണ്ട് വീട് കൊടുക്കും. കേന്ദ്ര ഗവൺമെന്റ് എന്താ ചെയ്ത്? അവിടെ വന്ന് പുന്നാര മോള മുത്തം വെച്ച് പോയതല്ലാതെ പ്രധാനമന്ത്രി ഒരു നയ പൈസ കേരളത്തിന് തന്നോ? ഇനിയും പറഞ്ഞിട്ടില്ല. 5 പൈസ തന്നോ? മാത്രമല്ല ഇവിടെ പറഞ്ഞല്ലോ കേന്ദ്ര പദ്ധതിയേക്കാൾ കേരളത്തിനകത്ത് കേരളം തന്നെ പണം സമാഹരിച്ച് നിങ്ങൾ തരുന്നില്ല ഒരു പൈസ. ഹൈക്കോടതി ഒരു പണം തരുന്നില്ല. ഹൈക്കോടതി സുപ്രീം കോടതി എല്ലാം നിവാരണ ഫണ്ടിൽ നിന്ന് എടുത്തിട്ട് അത് തന്നെ ഷൈനോട് ചോദിക്കുക. നവകേരള സദസ്സ് നടത്തി. അതിൻ്റെ ഒരു രസകരമായ സംഭവം വെച്ചാൽ നവകേരള സദസ്സ് 140 മണ്ഡലങ്ങളിലും നടത്തി. ഈ 140 മണ്ഡലങ്ങളിലും സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയിട്ടാണ് ഓരോ ആഘോഷങ്ങളും നടത്തിയത്. അന്ന് വ്യാപകമായ പരാതി ഉയർന്നത് ഇതിനൊരു കണക്കുണ്ടായിട്ടില്ല. എവിടെയും ഒരു കമ്മിറ്റി കൃത്യമായി അനലൈസ് ചെയ്യുകയോ ഫണ്ട് ചെലവ് സംബന്ധിച്ച കാര്യങ്ങൾ പറയുകയോ ചെയ്തില്ല. അതെല്ലാം ഒടുവിൽ എയറിൽ ഇങ്ങനെ അലിഞ്ഞു ചേർന്നു അല്ലാതെ മറുപടി പറയാൻ ആർക്കും സാധിച്ചിരുന്നില്ല. എന്തു പറയുന്നു നവകേരള സദസ്സ് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെല്ലാം കൃത്യമായ വ്യക്തതയോടെയുള്ള നിലപാടും അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് സംബന്ധിച്ചെല്ലാം കാഴ്ചപ്പാടുണ്ട് ഗവൺമെന്റിന്.
ഞങ്ങൾ ആ കാര്യത്തിനകത്ത് വിവിധ മേഖലകളിലെ സ്പോൺസർമാരെയാണ് കണ്ടെത്തിയത്. നിങ്ങൾ ഒരു പന്തൽ ഏൽപ്പിക്കണം, നവാസ് പന്തലിന് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു ആവശ്യപ്പെട്ടു, നവാസ് പൈസ കൊടുത്തു. അപ്പൊ അങ്ങനെയാണ് ആ കാര്യങ്ങൾ നിർവഹിച്ചു പോയിട്ടുള്ളത്. 2, ഉമ്മൻചാണ്ടി കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എന്താ ജനസമ്പർക്കം, എന്തോ പരിപാടിയില്ല, എത്ര കോടിക്കണക്കിന് ഉറുപ്പ്യ ചെലവഴിച്ചിട്ട് എത്ര പണം അന്ന് എല്ലാ ഗവൺമെന്റും ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് ആര് പറഞ്ഞു? അത് സംഘടിപ്പിച്ചല്ലോ. ആ സംഘടിപ്പിച്ച അല്ല, ഈ നവകേരള സദസ്സുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടായി തോന്നിയിട്ടുണ്ടോ? നവകേരള സദസ്സിൽ ബെനിഫിറ്റ് ഒക്കെ LDF-നുണ്ട്. ഇങ്ങനെ 2021 നിങ്ങൾ പറഞ്ഞത് എന്താ? ഖുറാനിൽ സ്വർണം, ബിരിയാണി ചെമ്പിൽ സ്വർണം, എല്ലാ ഞാൻ പറഞ്ഞോട്ടെ, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വട്ടമിട്ട് പറഞ്ഞു കേരളത്തിൽ. എന്താ സംഭവിച്ചെന്താ? 99 സീറ്റിൽ വീണ്ടും കേരളത്തിൽ LDF സർക്കാർ അധികാരത്തിൽ വന്നു, പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. നിങ്ങൾ ഇത് ആരോപണം ഉന്നയിച്ചോണ്ടെന്നോ? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നോ? ഇപ്പൊ ഈ ഷൈജം പറഞ്ഞ ഒരു രസകരമായ കാര്യം, ഈ 2021 തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ പിണറായിയെയും മകളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് KT ജലീലിനെയൊക്കെ ടാർഗറ്റ് ചെയ്തിട്ട് വലിയ പ്രചരണം നടന്ന പ്രചരണങ്ങൾക്ക് കൈ കണക്കില്ല. ലാവ്ലിൻ കേസ് മുതൽ ഇങ്ങോട്ട് പിണറായി എന്ന വ്യക്തിയെ ഉമ്മൻചാണ്ടിക്ക് ഏറ്റതിനേക്കാൾ ക്ഷണം ജീവിതത്തിലുടനീളം അദ്ദേഹത്തിനെതിരെ ലാവ്ലിൻ കേസിന്റെ ഉമ്മൻചാണ്ടി അവസാന കാലഘട്ടത്തിലായിട്ട് വ്യക്തിപരമായ ആയിക്കോട്ടെ, പക്ഷേ അതേ സമാനമായ രീതിയിലാണ് ലാവ്ലിൻ കേസ് വന്നു. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ വന്നു. ബിരിയാണി ചെമ്പ് ഉൾപ്പെടെ ആരോപണങ്ങളുടെ പെരുമഴയാണ് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനെതിരെ പ്രതിപക്ഷം ഉയർത്തിയത്. BJP ഉൾപ്പെടെയുള്ള LDF നേതാക്കൾക്ക് പിണറായിയാണ് ടാർഗറ്റ് ചെയ്തത്. ലീഡർ എന്ന നിലയ്ക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത്? ജനം മൊത്തം തിരിഞ്ഞു കുത്തുകയില്ലേ? ഞാനത് പറഞ്ഞല്ലോ, 2020 കോവിഡ് കാലഘട്ടം അന്ന് സാധാരണക്കാർ ജനങ്ങൾക്ക് ഭരണാധികാരികളെ ആശ്രയിച്ച് ഭരണാധികാരികളെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു ഘട്ടം ആ സമയത്തുണ്ടായ ഒരു സാഹചര്യമല്ല 2026 വരുന്നത്. ഇപ്പോഴും നടക്കുന്ന സർവേകളിൽ ഏറ്റവും കേരളത്തിലെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ പറയുകയാണ്, ഞാൻ പിണറായിയെ കുറിച്ച് ചോദിക്കുമ്പോൾ അയാൾ പറയുന്ന ലീഡർ എന്ന് പറഞ്ഞാൽ പിണറായിയാണ്. ഏത് പറയുന്ന അയാൾ ആരാണ്? അല്ല, ഉമ്മൻചാണ്ടി കോൺഗ്രസിന്റെ MLA. ഈ ചർച്ചകളിൽ വിട്ടുപോയ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കേരളം ഇന്ന് ഏറ്റവും വലിയ ലഹരി മാഫിയയുടെ ഹബ്ബായി മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ട് വെച്ചാൽ സംസ്ഥാന സർക്കാരിന് കീഴിലുണ്ടായിരിക്കുന്ന പോലീസ്, എക്സൈസ്, അങ്ങനെ ഉണ്ടായിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകൾ ഒന്നും തന്നെയും ഗുരുതരമായ ആവശ്യത്തിലുണ്ട്. അദാനി പോർട്ടുകൾ വഴിയാണ് ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ലഹരി വരുന്നതെന്നാണ്. പക്ഷെ അതിലൊക്കെ ഉണ്ടായിരിക്കുന്ന ഉപഭോക്താക്കളെ കണ്ടെത്തുവാനോ അതിനുണ്ടായിരിക്കുന്ന വിൽപ്പനക്കുള്ള സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നത് ഈ സംസ്ഥാനത്താണ്. മറ്റൊരു വിഷയം, ഏറ്റവും കൂടുതൽ വന്യമൃഗങ്ങളാൽ കൊല്ലപ്പെടുന്നവരുടെ ഏറ്റവും കൂടുതൽ എന്തുകൊണ്ട് കേരളം ഇങ്ങനെ ലഹരിയുടെ പിടിയിലേക്ക് പോയി? ഇങ്ങനെ ഒരു അരാജകത്വം എന്തുകൊണ്ടുണ്ടായി? നിങ്ങൾ പറയൂ. എന്തുകൊണ്ടുണ്ടായി?
എന്തുകൊണ്ടില്ല? നേരത്തെ ഇതിന്റെ ഒരു നിലപാടുകളിൽ നീ പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥന്മാരത്തിന്റെ ആ ഒരു ചെറിയൊരു അമാന്തമുണ്ട്. ഇപ്പൊ വളരെ കർശനമായ രീതിയിൽ അക്കാര്യത്തിൽ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നുണ്ട്. കുറ്റം പറയാൻ ചെയ്യുന്നുണ്ട്. അത് സർക്കാരിന്റെ വിജയമായി നമുക്ക് കാണാം. സർക്കാരിന്റെ മുന്നേറ്റം എല്ലാം സർക്കാരിന്റെ വിജയം എന്നല്ല, ഇതിലൊക്കെ ജനങ്ങളെ പങ്കാളിത്തമുണ്ട്. ജനങ്ങൾ ഇവരെ പിന്നെ പല സ്ഥലങ്ങളിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ച് നിന്ന് ഇതിനെ പൊരുതുകയാണ്. സർക്കാർ മാത്രമല്ല, ജനങ്ങൾ മുഴുവനും ഒന്നിച്ച് നിൽക്കണം. അതിന്റെ ഭാഗമായിട്ടാണ് അത് നേരത്തെ ഇതിൽ ഉദ്യോഗസ്ഥന്മാരെടുത്തുണ്ടായ പാളിച്ചകൾ, ഗവൺമെന്റിലുണ്ടായ പാളിച്ചകൾ. ഒപ്പം തന്നെ ഗവൺമെന്റും ജനങ്ങളും നാട്ടിലെ മുഴുവൻ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും, എന്റെ പാർട്ടി, മുസ്ലിം ലീഗ് പാർട്ടി, UDF-ന്റെ ആളുകൾ, LDF-ന്റെ ആളുകൾ, പല സ്ഥലങ്ങളിൽ BJP-ന്റെ ആളുകൾ ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണ് ഇപ്പൊ ചെറിയൊരു ഒരു പ്രശ്നമുണ്ട്. ഒരു ചോദ്യം ഷൈജ, എന്തുകൊണ്ട് കേരളം ഇങ്ങനെയായി? ഒരു കുടുംബത്തിൽ തന്നെ 4 പേര് 5 പേരൊക്കെ ഒരു ചെറുപ്പക്കാരൻ പോയി തട്ടുക, സ്വന്തം അമ്മയെ കൊല്ലുക, ഈ രീതിയിലേക്ക് യുവത്വം അരാജകത്വത്തിലേക്ക് പോയതിന്റെ ഒരു ഉത്തരവാദിത്വം ഭരണ നേതൃത്വത്തിനും ഇല്ലേ? അല്ല, കേരളത്തിലെ എല്ലാ യുവത്വവും അരാജകത്വത്തിലേക്ക് പോയിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വേടൻ ഉയർത്തിയൊരു സന്ദേശമുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ സർക്കാരിന്റെ വാർഷിക ആഘോഷ പരിപാടിയിൽ അദ്ദേഹം പാടിയ പാട്ടിനകത്ത് കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും സംബന്ധിച്ച് വലിയ സന്ദേശം ഉയർത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പം നമ്മൾ അതല്ല ഉദ്യോഗസ്ഥന്മാര് കാണിക്കുന്ന അപക്വമായ അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഉദ്യോഗസ്ഥന്മാർ ഭയപ്പെടുന്നത് പിണറായിയുടെ അതല്ല, CPI വിളിച്ചാൽ മോഡൽ എടുക്കും, CPI അനുസരിച്ചുള്ള കാര്യങ്ങൾ നിൽക്കും. ഇപ്പൊ യുദ്ധം നടക്കുകയാണ്. ഞാൻ പറഞ്ഞോട്ടെ, ഇവിടെ യാസർ അറാഫത്ത് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. വേടന്റെ പാട്ടിലെ ഒരു വരി ഒരു കയ്യിൽ തോക്കും, ഒരു ഇടത് കയ്യിൽ ഒലീവ് ഇലയുമായി, ആ ഇടത് കൈയിലെ ഒലീവില ഒരു കാലത്ത് നഷ്ടപ്പെട്ടുകൂടാ എന്നുള്ളതാണ് വേടന്റെ സന്ദേശം. തീർച്ചയായും ഞങ്ങൾ അതിന്റെ കൂടെയാ, ആ വേടന്റെ കൂടെയാ. മാത്രല്ല ഞാൻ പറഞ്ഞോട്ടെ, ലഹരിക്കകത്ത് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ലഹരിക്കകത്ത് നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതാ. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിൽക്കേണ്ട. അതിനകത്ത് ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നമ്മൾ അറിഞ്ഞോ അറിയാതെ ചില കൂട്ടർ നടത്തുന്നുണ്ട്. ഇവിടെ നിങ്ങൾ പറഞ്ഞല്ലോ, നമ്മുടെ മൺട്രോ തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം, ഗുജറാത്തിൽ. ഇതാരെ കയ്യില? ഇത് അദാനിന്റെ കയ്യില. അദാനിന്റെ പേഴ്സണൽ ഏറ്റവും കൂടുതൽ ലഹരി മരുന്ന് ഒരു പ്രശ്നമുണ്ട്. നിങ്ങളെ ഒരു പാർട്ട്ണറുമല്ല. അതിങ്ങളെ വാചകം അറുതി മാറ്റി തെറ്റിദ്ധരിപ്പിക്കണ്ട. കേരളത്തിലെ വികസന പ്രവർത്തനത്തിനകത്ത് പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പന്റ് PPP ഈ നിലപാടുണ്ട്. അതുകൊണ്ട് പാർട്ട്ണർ ഒന്നുമല്ല, സ്വകാര്യ മൂലധനത്തെ എതിർക്കുക എന്നുള്ള നിലപാട് മൂലധനത്തിന്റെ ചരടുകളിലാണ് ഞങ്ങൾ അഭിപ്രായം. അപ്പൊ ഞാൻ പറഞ്ഞത്, തുറമുഖം വഴിയാണ് ഏറ്റവും കൂടുതൽ ലഹരി വരുന്നത്. അത് മൺട്രോ തുറമുഖത്തു നിന്നാണ്. അത് ഇന്ത്യയിലാകെ ഇപ്പൊ മണിപ്പൂർ കലാപം നടക്കുമ്പോൾ, മണിപ്പൂരിന് തൊട്ടപ്പുറത്താണ് മണിപ്പൂർ അരുണാചൽ പ്രദേശിന്റെ തൊട്ടപ്പുറത്താണ് മ്യാൻമാർ. ആളുകൾ ഇങ്ങോട്ട് കയറുകയാണ്, മയക്കുമരുന്നും കഞ്ചാവും പിന്നെ ലഹരി വസ്തുക്കൾ ഉൾപ്പെടെ. ഇതിനെ പരിപോഷിപ്പിക്കുന്ന നിലപാടല്ലേ മണിപ്പൂർ സംസ്ഥാനത്തിനകത്ത് നിങ്ങൾ BJP കാണിച്ചത്? പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഇതിന് സൗകര്യം തുറമുഖം വഴി അത് എല്ലാ ഒത്താശയും BJP ചെയ്യുന്നുണ്ട്. സംഭവം ഇവിടെ നടക്കുന്നത്. ഇവിടെ മയക്കുമരുന്നും രാസലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആരൊക്കെ പഠിക്കുന്നത്? സിനിമാ സംവിധായകന്മാരാ, സിനിമാ നടന്മാരാ, അതുപോലെ തന്നെ
അവരെന്ത് ചെയ്യുന്നു? അവരെ തുറങ്കിലടക്കുന്നില്ല, അവർക്ക് സ്റ്റേഷൻ ജാമ്യം കൊടുക്കുന്നു. ഒന്നോ രണ്ടോ വ്യക്തികൾ ചെയ്തതിന് ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ മുഴുവൻ, കലാരംഗം മുഴുവൻ പക്ഷെ ഇപ്പൊ വരുന്ന കലാരംഗത്തുള്ളവരാണ് അകത്തായിക്കൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും ഒന്നോ രണ്ടോ ആൾ വന്നാൽ, ഒന്നോ രണ്ടോ അല്ല, ഇപ്പൊ എണ്ണം കൂടി വരികയാണ്. കേരളം 10 വർഷം പൂർത്തിയാകുമ്പോ വർഗീയ സംഘർഷമില്ലാത്ത, അഴിമതിയില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം രൂപപ്പെടുകയാണ്. പാലാരി വട്ടത്തിന്റെ കഥയൊക്കെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ, ഓർമ്മയുണ്ടല്ലോ. പാലാരിവട്ടം പാലം അതെല്ലാം പറയുമ്പോൾ ഒരു ഉഷാറ് കുറവുണ്ടല്ലേ? VK ഇബ്രാഹിമിനെ കോടതി ശിക്ഷിച്ചല്ലോ. അതൊരു പ്രധാനപ്പെട്ട VK ഇബ്രാഹിമിനൊക്കെ ആ കാര്യത്തിൽ ശിക്ഷ അനുഭവിച്ച ആളുകളാണ്. കോടതി അല്ല, അയാൾ ആ സമയത്ത് കേസെടുത്തല്ലോ. അയാൾ പ്രതിപട്ടിയിൽ വന്നിട്ടുണ്ട്. അഴിമതിയും സ്വജനപക്ഷപാതവും UDF-ന്റെ മുഖമുദ്രയായിരുന്നു. ഒരു മിനിറ്റ് നമ്മുടെ സമയം തീരുകയാണ്. കാലത്താണ് ഒരുപാട് വികസനം സുമേഷ്, ഈ ഇടത് വലത് മുന്നണികളാണല്ലോ കേരളത്തിൽ എപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ വലിയൊരു ആത്മവിശ്വാസം നടക്കുമോ? രാജീവ് ചന്ദ്രശേഖരൻ മാത്രമല്ല, കെ സുരേന്ദ്രൻ വന്ന സമയത്ത് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായിക്കോട്ടെ, നമ്മളെ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ ഒരു മണ്ഡലത്തെ ജയിക്കുവാൻ സാധിക്കുകയും 2 മണ്ഡലങ്ങളിൽ നിസ്സാര സാധ്യതയുണ്ടോ? 19 മണ്ഡലങ്ങളില് 1ാം സ്ഥാനത്ത് നിൽക്കാതെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് സാധ്യതയുണ്ട്. കേരളം ഭരിക്കാൻ വേണ്ടി പോകും. എന്താണ് ഒരു മിനിറ്റ് താങ്കളെ, UDF അധികാരത്തിൽ വരൂ? എന്താ അത്ഭുതം? വലിയ പ്രചരണമാണ് LDF വരും. UDF കൃത്യമായ അധികാരത്തിൽ വരും. ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങളുണ്ടോ LDF-ന്റെ പാർട്ടിക്കാർക്ക് ഭരണം വേണ്ടെന്ന് പറയുകയാണ്. ഷൈജ, എന്താണ് സാധ്യത? LDF വീണ്ടും 3ാമത് വരും. ഒരു സംശയം. ആരെ നയിക്കും? അത് അന്നേരം ആലോചിക്കും. പിണറായി നയിക്കൂ? അതായത് അന്നത്തെ പാർട്ടിയും ആരാണ് നയിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങള് LDF സംവിധാനത്തിന്റെ ഒരു മുഖ്യമന്ത്രിയെ മുമ്പിൽ വെച്ചിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന രീതിയല്ല LDF. ആ സമയത്ത് നല്ല നേതാവുണ്ടാവും, നല്ല ഗവൺമെന്റ് ഉണ്ടാവും. പിണറായി നല്ല നേതാവല്ലേ? നല്ല നേതാവുണ്ടാവും, അത് ആ സമയത്തല്ലേ തീരുമാനിക്കുള്ളൂ. യെസ്, നമ്മുടെ സമയം തീരുകയാണ്. പ്രേക്ഷകരെ, നമ്മുടെ ജില്ലയിലെ നേതാക്കളാണ്. നമ്മളിപ്പം പല ചാനലുകളിലും സംസ്ഥാനതല നേതാക്കളൊക്കെ പലതും പറയാറുണ്ട്. പക്ഷെ നമ്മുടെ നേതാക്കൾ ഇപ്പോൾ സംസാരിച്ചപ്പോൾ സമസ്ത മേഖലകളിലൂടെ കടന്നുപോയി. കുറച്ച് ഒച്ചത്തിൽ വർത്തമാനം പറഞ്ഞെങ്കിലും അതിനകത്ത് ലഹരി കടന്നു വന്നു, അക്രമ സംഭവങ്ങൾ കടന്നു വന്നു, വർഗീയത തുടച്ചു നീക്കുന്ന, ഇപ്പം അങ്ങനെ വലിയ വർഗീയ ചിന്തകളൊക്കെ ഒരു പക്ഷേ ചില ഗ്രാസ് ലെവലിൽ കുറച്ച് നടക്കുന്നുണ്ടെങ്കിലും കേരളം എന്തായാലും കുറേ മുന്നേറുന്നുണ്ട്. നമുക്ക് കുറേ പ്രതീക്ഷകളുമുണ്ട്. പുതിയ സംവിധാനം വരുമ്പോഴും നമുക്കൊന്ന് ലോകത്തിൽ തന്നെ മാതൃകയായി മാറേണ്ട പലതും നമ്മളിലുണ്ട്. അതെല്ലാം ശരിക്ക് ആറ്റിക്കുറുക്കി എടുക്കാൻ നമുക്ക് സാധിക്കണം. അതിന് തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ജനങ്ങൾ ചർച്ചകൾ ചെയ്യണം. അതിനുള്ള തുടക്കമാണിത്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇനിയിപ്പോൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അത് നമ്മുടെ പ്രാദേശിക സർക്കാരുകളുടെ രൂപീകരണമാണ്. അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കടക്കും. ഇതെല്ലാം വരുന്നത് നമ്മുടെ നാടിനെ രൂപപ്പെടുത്താനാണ്. അപ്പോൾ അതിന് വലിയ സംഭാവനകൾ നൽകാൻ സമൂഹത്തിന് ചർച്ചകൾ നടന്നേ പറ്റൂ. ആ ചർച്ചകളുടെ തുടക്കമാണ് നേർരേഖ ഈ എപ്പിസോഡിലൂടെ ഇന്ന് തുടക്കം കുറിക്കുന്നത്. വരും ദിനങ്ങളിലും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രാദേശിക തലങ്ങളിലുള്ള വികസനം ഉൾപ്പെടെ നേർരേഖ ചർച്ച ചെയ്യും. ഈ ചർച്ച പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. പങ്കെടുത്ത 3 നേതാക്കൾക്കും ഒപ്പം പ്രേക്ഷകർക്കും നേർരേഖയുടെ നന്ദി, നമസ്കാരം.